ഹായ്. കുർത്ത ബട്ടൺ ദുപ്പട്ട കളക്ഷൻസിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റും ഓഫ് വൈറ്റിനകത്തും പ്രിന്റഡ് പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള കുറച്ച് നല്ല ഡിഫറെന്റ് സെറ്റ്സ് ആണ്. എല്ലാം ഓരോന്നും ഓരോരോ റേറ്റും ഓരോരോ ഫാബ്രിക്കും ആണ്. ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്. കോട്ടണിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്രിന്റഡ് ഡിസൈൻ വന്നിട്ട് നെക്കിൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. നെക്ക് യോക്കിൽ ഫുള്ള് എംബ്രോയിഡറി വർക്കും മിറർ സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ്, ലൈനിങ് ഇല്ല. 3/4 സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ് എൻഡിലും എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് പ്രിന്റഡ് പാറ്റേൺ ആണ്. ഞാൻ ക്ലോസർ വ്യൂയിൽ ഓരോന്ന് കാണിക്കാം. റേറ്റ് വരുന്നത് 1160 ഉള്ളൂ. ഇതാണ് നെക്കിൽ വർക്ക് വരുന്നത്. മൊത്തം എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ മിറർ സീക്വൻസ് രണ്ട് സൈഡിലും സെൻറ്ററിലും മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള വർക്ക് കേട്ടോ. 3/4 സ്ലീവ് ആണ്, സ്ലീവ് എൻഡിലും വർക്ക്. എംബ്രോയിഡറി വർക്കാണ് സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുള്ളത്. ബാക്ക് വരുന്നതും പ്രിന്റഡ് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ, ലൈനിങ് ഇല്ലാത്ത ഫാബ്രിക് ആണ്. ബോട്ടം വരുന്നത് പ്രിന്റഡ് ഡിസൈൻ തന്നെയാണ്. ഇതാണ് ബോട്ടം, റെഗുലർ ബോട്ടം ആണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ പ്രിന്റഡ്. ഇതാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്. താഴെ വരുമ്പോഴത്തേക്കും ആ ടോപ്പിന്റെ ഡിസൈൻ ഇതുപോലെ ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. 1160 റേറ്റ്. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. ടോപ്പിന്റെ ലെങ്ത് നമ്മൾ സൈസ് ചാർട്ട് കൊടുക്കുന്നതിനകത്ത് മെൻഷൻ ചെയ്യാറുണ്ട്. ബോട്ടത്തിന്റെയും ദുപ്പട്ടയുടെയും ലെങ്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. അതായത് ഏത് ഫാബ്രിക് ആണ്, ലൈനിങ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള ഫാബ്രിക്കിൽ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസിനകത്താണ് നമ്മൾ ബോട്ടത്തിന്റെ ലെങ്ത്തും ഷോളിന്റെ ലെങ്ത്തും കൊടുക്കുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത്തും ബോട്ടത്തിന്റെ ലെങ്ത്തും അറിയേണ്ടവർ അപ്പോൾ അതിലാണ് റെഫർ ചെയ്യേണ്ടത്. സൈസ് ചാർട്ടിൽ ബാക്കി സൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിലെ ഫ്ലോറൽ പ്രിന്റഡ് ഡിസൈൻ ആണ്. ബോട്ടം വരുന്നതും പ്രിന്റഡ് തന്നെയാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ പ്രിന്റഡ്. നെക്ക് യോക്കിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലേസ് ബോർഡർ ഒക്കെ ചെയ്തിട്ട് എംബ്രോയിഡറി വർക്കും മിറർ സീക്വൻസ് വർക്കും ആണ് യോക്കിൽ ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവ്, സ്ലീവ് എൻഡിലും സെയിം ആ യോക്കിൽ കൊടുത്തിട്ടുള്ള വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ്, ലൈനിങ് ഇല്ല. ബോട്ടം വരുന്നത് പ്രിന്റഡ്. ടോപ്പിന്റെ ഡിസൈൻസ് ഫ്രണ്ടിലും ബാക്കിലും സെയിം ഈ പ്രിന്റ് തന്നെയാണ്. ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇതുപോലെ ഒരു 6 ആക്ട് ഡിസൈൻ ആണ്. റെഗുലർ ബോട്ടം ആണ്, പോക്കറ്റ് ഒക്കെ ഉള്ള ബോട്ടം. ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ പ്രിന്റഡ്. ഇതുപോലെയാണ് ദുപ്പട്ട പാറ്റേൺ വരുന്നത്. സെൻട്രൽ പോർഷൻ വരുമ്പോഴത്തേക്കും ടോപ്പിന്റെ പ്രിന്റും രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് ബോട്ടത്തിന്റെ ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത്. 1160 ആണ് റേറ്റ്. 1160. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് കാണിക്കുന്ന ഡിസൈൻ വൈറ്റിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റഡ് ഡിസൈൻ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ബോട്ടം അവൈലബിൾ അല്ല. ഇതിന് ജസ്റ്റ് നമുക്ക് കുർത്തയും ദുപ്പട്ടയും മാത്രമാണ് വന്നിട്ടുള്ളത്. ടോപ്പിന്റെ ഡിസൈനകത്ത് ഹക്കോബ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷൻ രണ്ട് സൈഡിലും ഫ്ലോറൽ പ്രിന്റഡ് ഡിസൈൻ ആണ് പോയിട്ടുള്ളത്. താഴെ വരുമ്പോഴത്തേക്കും ഒരു ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിൽ വരുമ്പോഴത്തേക്കും ഹക്കോബ വർക്കും ലേസ് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിഫറെന്റ്, നല്ല ഭംഗിയാണ് കാണാൻ. സൈഡിൽ ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് ഒരു ലട്കനും ഡോരിയൊക്കെ ഉള്ളതാണ്. ഇതുപോലെ പൈപ്പിംഗ് പോയിട്ട് താഴെ വരെ ആ പൈപ്പിംഗ് രണ്ട് സൈഡിലും പോകുന്നുണ്ട്. ഇതിന്റെ മേൽ പോർഷൻ മാത്രമേ ലൈനിങ് ഉള്ളൂ. ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ, താഴോട്ട് ലൈനിങ് ഇല്ല. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ബോട്ടം അവൈലബിൾ ആണ്. വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത്. ഇതിന് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ഫുൾ ഒരു സിൽവർ ലൈൻസ് വന്നിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ്. ദുപ്പട്ടയുടെ താഴെ ആ ടോപ്പിന്റെ ഡിസൈൻ വെച്ചിട്ട് ബോർഡറും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ലേസ് വർക്കും ഒക്കെ പോകുന്നുണ്ട്. താഴെ ഇതുപോലെ ലട്കനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് നേരിട്ട് കാണാൻ. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു കുർത്ത ബോട്ടം ദുപ്പട്ട കളക്ഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ബോട്ടം അവൈലബിൾ ആക്കാൻ പറ്റിയില്ല. പ്രിന്റഡ് ക്ലോത്ത് കുറവായിരുന്നുകൊണ്ട് ജസ്റ്റ് ടോപ്പും ദുപ്പട്ടയും മാത്രമാണ് ഇപ്രാവശ്യം ചെയ്തത്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് വർക്കിലും, ഞാൻ കാണിക്കാം ക്ലോസർ വ്യൂവിൽ. ഇതുപോലെ നെക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും ഹക്കോബ വർക്ക് വൺ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വർക്കാണ്. സീക്വൻസ് വർക്ക് കൊണ്ട് എംബ്രോയിഡറി വർക്ക് വൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു ഫ്ലോറൽ പാറ്റേണിന്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഹക്കോബ വർക്ക് ഇതുപോലെ സൈഡ് നെക്ക് വന്നിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ലഹരിയ ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് അതിനകത്ത് ലേസ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. താഴോട്ട് വരുമ്പോഴത്തേക്കും സെൻട്രൽ പോർഷൻ മൊത്തം ഹക്കോബ ഡിസൈൻ. സൈഡ്സിൽ രണ്ട് സൈഡ്സിലും ഇതുപോലെ പ്രിന്റഡ് ഡിസൈൻ. അത് ഇതുപോലെ പ്ലീറ്റഡ് പാറ്റേൺ പോലെ, നമ്മൾ ടയർഡ് പാറ്റേൺ വരത്തില്ലേ, അതുപോലെയാണ് ഈ സൈഡിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വീഡിയോയിൽ അത്ര ക്ലിയർ ആവത്തില്ല. രണ്ട് സൈഡും അതുപോലെ ടയർഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്കും കുറച്ച് ബ്രോഡായിട്ട് ഇതുപോലെ ഹക്കോബ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലേസും പോകുന്നുണ്ട്. ബാക്കും സെയിം അതേപോലെ തന്നെ. ഇതാണ് ബാക്ക് ഡിസൈൻ. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു ഡോരി, താഴെ ഇതുപോലെ ഒരു ലട്കനൊക്കെ കൊടുത്തിട്ടുണ്ട്. 1650 ആണ് റേറ്റ് വരുന്നത്. ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് കാണിക്കുന്ന ഡിസൈൻ വൈറ്റിൽ പ്രിന്റഡ് ഡിസൈൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ്.
ഇതുപോലെ എംപയർ വേസ്റ്റ് ആണ്. വി ഷേപ്ഡ് നെക്ക് പോലത്തെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വി ഷേപ്പ് പാറ്റേൺ പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ചെറിയ ഗ്യാദേഴ്സ് ഉണ്ട്. ലൈനിങ് ഇല്ല. ബോട്ടം വരുന്നത് പ്രിന്റഡ്, ദുപ്പട്ട വരുന്നത് കോട്ടൺ മെറ്റീരിയൽ. 1400 റേറ്റ് വരുന്നത്. ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. ടോപ്പിന്റെ ഡിസൈൻ വരുന്നത് ഒരു വീനെക്ക് പോലെ ഒരു പാച്ച് വർക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എംപയർ വേസ്റ്റ് ആണ്. ബാക്കും സെയിം ആ പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത്. ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്കും ബ്ലോക്ക് പ്രിന്റഡ് ഡിസൈൻ ആണ്. ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് മൊത്തം ഫ്രണ്ടിലും ബാക്കിലും. വീഡിയോയിൽ ക്ലിയർ ആണോ എന്നറിയില്ല. ഇതുപോലെ ചെറിയ ചെറിയ ബുട്ടാസ് പോലെ ഒരു വർക്ക് ഡിസൈൻ പോകുന്നുണ്ട്. ബാക്ക് വരുന്നത് സെയിം ആ പ്രിന്റൊക്കെ. സ്ലിറ്റ് ഇല്ലാത്ത പാറ്റേൺ ആണ്. ബോട്ടം വരുന്നത് പ്രിന്റഡ് ഡിസൈൻ തന്നെ. ബോട്ടവും കോട്ടൺ തന്നെയാണ്. ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നതും ഇതുപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ. സോഫ്റ്റ് കോട്ടൺ ആണ്. റെഗുലർ സ്റ്റൈല് ബോട്ടം. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ, പ്രിന്റഡ് ഡിസൈൻ. താഴെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്ലോക്ക് പ്രിന്റഡ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1400 റേറ്റ്. 1400. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ആലിയ കട്ട് വന്നിട്ടുള്ള ഡിസൈൻ ആണ്. ആലിയ കട്ടിനകത്ത് മേളിൽ പ്രിന്റഡ് കൊടുത്തിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും വൈറ്റിനകത്ത് ബ്ലോക്ക് പ്രിന്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്കും ഒരു വലിയ പ്രിന്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഇതിന്റെ ബോട്ടം വരുന്നതും വൈറ്റ് വന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും ബോർഡർ ഒക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. ദുപ്പട്ട വരുന്നത് ലിനൻ ഫാബ്രിക് ആണ്. ലിനനകത്ത് മൊത്തം ബ്രഷ് പെയിന്റിംഗ് വർക്കും താഴെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ബ്രോഡ് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല രസമാണ്. ദുപ്പട്ട കാണാൻ നല്ല സൂപ്പർ വർക്കാണ്. താഴെ വരുമ്പോൾ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ഡിസൈനിൽ നെക്ക് ലൈനിൽ ഇതുപോലെ പ്രിന്റഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. വി ഷേപ്പ് നെക്ക് പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് അതിനകത്ത് സിൽവർ സരി വർക്കും മിറർ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്യാദേഴ്സ് ഫ്രണ്ടും ബാക്കും ഉണ്ട്. സ്ലീവ് എൻഡിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ലേസ് പാറ്റേൺ റൺ ചെയ്യുന്നുണ്ട്. ഇത്രയും വരെ പ്രിന്റഡ് വന്നിട്ട് പിന്നെ ഒരു ലേസ് പാറ്റേൺ, പിന്നെ പ്ലെയിൻ, പിന്നെ ഒരു ബോർഡർ ഡിസൈൻ. ബാക്ക് വരുന്നത് ഇതുപോലെ ഫ്ലേഡ് സ്റ്റൈലാണ്. ഇതുണ്ടോ, ഹെമ്മിൽ വരുമ്പോഴത്തേക്കും ആ ഷോളിൽ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയിൽ നമ്മൾ കാണിച്ച അതേ പ്രിന്റ് തന്നെ നല്ല ബ്രോഡായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ബ്രോഡായിട്ട് ഒരു ബോർഡർ ഒക്കെ പോകുന്നുണ്ട്. ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ വന്നിട്ട് നല്ല വൈഡ് ആയിട്ട് ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ബോട്ടമാണ്. ടോപ്പും ബോട്ടവും ഒക്കെ നല്ല സൂപ്പറാണ്, ഒരു രക്ഷയില്ല. 1850 റേറ്റ്. 1850. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് കാണിക്കുന്നത് പ്രിന്റഡ് ഡിസൈൻ വന്നിട്ടുള്ളതാണ്. നെക്കിൽ പാച്ച് വർക്ക് ഡിസൈൻ കൊടുത്തിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് അതേ പ്രിന്റ് തന്നെയാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. ഹൈ കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ, ലൈനിങ് ഇല്ല. ബോട്ടം വരുന്നത് പ്രിന്റഡ് ഡിസൈൻ തന്നെ. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ പ്രിന്റഡ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ പാച്ച് വർക്കും വെച്ചിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1600. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ജസ്റ്റ് ആ നെക്ക് ഡിസൈൻ മാത്രമേ ഉള്ളൂ. കോളർ നെക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിച്ച് ബോർഡർ ചെയ്ത് രണ്ട് സൈഡിലും ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് വർക്ക് ഉണ്ട്. 3/4 സ്ലീവ്. സ്ലീവ് എൻഡിലും സെയിം ആ വർക്ക് ഒക്കെ തന്നെ. ബാക്ക് പ്രിന്റഡ്, സൈഡ് സ്ലിറ്റഡ് ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. ബോട്ടം വരുന്നതും പ്രിന്റഡ് ഡിസൈൻ. ചെറിയ ചെറിയ പ്രിന്റ് ആണ് ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ തന്നെ. 1600 റേറ്റ്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് വന്നിട്ടുള്ള കളറിൽ പിങ്ക് ആണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. പിങ്ക് ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഡിസൈൻ. പാറ്റേൺ ബാക്കിയെല്ലാം സെയിം തന്നെ. ഹൈ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് സീക്വൻസ് വർക്കും പൈപ്പിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതാണ്. ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത്. ബോർഡർ ചെയ്ത് ഇതുപോലെ വർക്കും പോയിട്ടുണ്ട്. 1600 തന്നെയാണ് ഇതിന്റെ റേറ്റ്. സൈസസ് അവൈലബിൾ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ല. ഇന്ന് കാണിച്ച കുർത്ത ബട്ടൺ ദുപ്പട്ട കളക്ഷൻസിൽ വൈറ്റിനകത്ത് തന്നെ പല പല ഡിസൈൻസും പല പല പാറ്റേൺസും വന്നിട്ടുള്ളതായിരുന്നു. എല്ലാം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ഡിസൈൻസ് വാട്സാപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാം. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 8075126935 ആണ്. വെബ്സൈറ്റ് www.trendsalpy.com. ന്യൂ അറൈവൽസിൽ സൂട്ട് സെക്ഷനിലാണ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോപ്പ് വരുന്നത് കല്ലൻ റോഡിലാണ്. കല്ലൻ റോഡിൽ നിന്ന് മാർക്കറ്റ് ജംഗ്ഷൻ വരുന്നതിന് മുൻപ് തന്നെ ഒരു SBIയുടെ ATM ഉണ്ട്. അതിന് മുമ്പായിട്ടാണ് ഷോപ്പ് വരുന്നത്. കുറേ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ വന്നു. നമ്മുടെ സെയിം നെയിം തന്നെയാണ് റിലയൻസ് ട്രെൻഡ്സ് എന്നും പറഞ്ഞിട്ട്. ഇതിന്റെ തന്നെ അഡ്ജസന്റ് ആയിട്ടാണ് റിലയൻസ് ട്രെൻഡ്സിന്റെ ഷോപ്പ് വരുന്നത്. ആ ഷോപ്പിലാണ് മിക്കവരും ചെല്ലുന്നത്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോ പാസ് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പ് വരുന്നത് കല്ലൻ റോഡിലാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 8075126935 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
നമ്മൾ റൂട്ടും ബാക്കി എല്ലാ ഡയറക്ഷൻസും പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.